കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും ഒട്ടും ശുഭകരമല്ലാത്ത കാര്യങ്ങളാണ്. ഇതിന് പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരാൻ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് തന്നെയാണ്. അതെല്ലാവരും കുറച്ച് വലിയ രീതിയിൽ തന്നെ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, ആരാണ് മലയാള സിനിമാ രംഗത്ത് കാട്ടുകോഴികളായിട്ട് പ്രവർത്തിക്കുന്നത്? നടിമാരുടെ റൂമുകളിൽ അതിലെ വാതിലുകളിൽ പോയിട്ട് എല്ലാ ദിവസവും പോയി രാത്രി കാലങ്ങളിൽ കൊട്ടുന്നതാരാണ്? അല്ലെങ്കിൽ സിനിമ അഭിനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പുതിയ മെച്ചപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ ഇവന്മാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും നടന്മാരുടെ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംവിധായകന്മാരുടെയൊക്കെ കിടപ്പറ പങ്കിടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകളിൽ പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യങ്ങളുണ്ടോ എന്നുള്ളതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് ഇനി തെളിവുകളടക്കം ഇനി പുറത്തു വരണം. പക്ഷെ ഈ കാട്ടുകോഴികളുടെ ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ കാട്ടുകോഴികളുടെ കൂട്ടത്തിൽ മലയാള സിനിമയുടെ ഏറ്റവും വലിയ മുകളിലിരിക്കുന്ന ആളുകൾക്ക് വരെ പങ്കുണ്ടെന്നുള്ള രീതിയിലേക്കുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കമന്റുകളും ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരാണ് മലയാള സിനിമയിലെ കാട്ടുകോഴികൾ ഏറ്റവും പ്രമുഖന്മാരായിട്ട് നിൽക്കുന്നത് എന്നുള്ളതിലെ ഒരു ചർച്ച ഇങ്ങനെ വരികയാണ്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ പ്രമുഖന്മാരായിട്ടുള്ള ചില ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ കേരളത്തിലെ മീഡിയകളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വഭാവ രീതി ഒന്ന് എടുത്ത് നോക്കും. ഇവരുടെ സ്വഭാവ രീതി എടുത്ത് നോക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ എല്ലാ ചാനലുകളിലും കന്യാകുമാരിയിൽ നിന്ന് ഒരു 13 വയസ്സുകാരിയെ കാണാതായ വിഷയത്തെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് നിരന്തരം വരുന്നത്. ഈ വാർത്തകൾ നിരന്തരം വരികയാണ്. ഇതിനെ പറ്റിയിട്ടുള്ള ഓരോ റിപ്പോർട്ടുകൾ, കന്യാകുമാരിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നാഗർകോവിലേക്ക് ഈ പെൺകുട്ടി പോയിട്ടുണ്ട്. അവിടെ കമ്പാർട്ട്മെന്റിൽ ഇറങ്ങി അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും കയറിയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറെ വാർത്തകളാണ്. സഹോദരൻ ചെന്നൈയിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരികയാണ്. അപ്പോ കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ രാത്രി കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ നിലനിൽക്കുമ്പോൾ ഇത് പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ചാനലുകളിൽ നിന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അല്ലെങ്കിൽ മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചൂഷണം നടക്കുന്നു എന്നുള്ള വാർത്തകൾ അത് പതുക്കെ അതിന്റെ ആ ഒരു ഗ്രാഫ് താഴുകയും ഇന്ന് രാവിലെ മുതൽക്ക് കൂടുതൽ മറ്റു വാർത്തകളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥ കൂടി വരികയാണ്. അപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്നുള്ള രീതിയിലേക്ക് ഒരു വലിയ രീതിയിലുള്ള സപ്പോർട്ടായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. പക്ഷെ ഈ സാറ്റലൈറ്റ് ചാനലുകൾ എല്ലാവരും തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് സംശയാസ്പദമാണ്. അതും തെളിവുകളൊന്നും നമ്മുടെ കയ്യില്ല, പക്ഷെ സംശയാസ്പദമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോ ഇത് നിരന്തരമായിട്ട് നമ്മുടെ കേരളത്തിൽ പല പല വിഷയങ്ങളിൽ കാണുന്നുണ്ട്. ഒരു പൗരത്വ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സമയത്തൊക്കെ ഇവിടെ കേരളത്തിൽ ഒരു വലിയ രീതിയിൽ എവിടെ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രസംഗമോ പൊതുപരിപാടിയോ നടന്നാൽ അത് പോയി കവർ ചെയ്യാനും അത് ജനങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാനും ആയിരുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള ശ്രദ്ധ. ശബരിമല വിഷയം വന്ന സമയത്ത് അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ വന്ന സമയത്ത് ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളുമായിട്ട് നിരന്തരമായിട്ട് കേരളത്തിലെ പല ചാനലുകളും മുന്നോട്ട് വരുന്ന സാഹചര്യം. അപ്പൊ ഇതെല്ലാം കൂടി എടുത്തു നോക്കുമ്പോൾ ഒറ്റ ശ്വാസത്തിൽ പറയാം, കേരളത്തിലെ മാധ്യമങ്ങൾ സത്യാവസ്ഥ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് എന്ത് പ്രാധാന്യമാണ് നൽകുന്നത്? ഇപ്പോ രാജ്യം മുഴുവൻ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ വലിയ തരത്തിൽ പ്രതിഷേധത്തിലാണ്. ഒരു യുവ ഡോക്ടർ ഇവിടെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സമയം കഴുത്തൊടിഞ്ഞിരിക്കുന്നു. ശരീരത്തിൽ നിന്നും വലിയ രീതിയിലുള്ള മുറിവുകളും പല ആളുകളുടെയും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ ശുക്ലം പോലും ശരീരത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന രീതിയിലേക്കുള്ള വളരെ നീചമായിട്ടുള്ള രീതിയിലൊരു കൊലപാതകം, ഒരു ക്രൂരമായിട്ടുള്ള പീഡനം നടന്നിട്ട് കൊൽക്കത്തയിലും പല സ്ഥലങ്ങളിലും പ്രതിഷേധമായിട്ട് പല ആളുകളും വരുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള വാർത്തകളുടെ എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത് മമതാ ബാനർജി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന ബംഗാളിലാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോ ഈ മമതാ ബാനർജിക്ക് എതിരെ അല്ലെങ്കിൽ അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് എന്തിനാണ് എന്നുള്ള രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം
ഇതിനെയൊക്കെ വേറെ രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കാനും അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ള നയത്തോടു കൂടി മാത്രമാണ് സംസാരിക്കുന്നത്. ഇതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് അനുകൂലമായി പോയാലോ കാര്യങ്ങൾ എന്നുള്ള നിലയിലേക്കുള്ള നിലപാടുകളാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴായിട്ട് ഇത് എടുക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു കാര്യമാണ് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ ഒരു നിര, നീണ്ടൊരു നിര, നിസ്സാര നിരയിൽ ഏറ്റവും കൂടുതൽ നിരയുള്ളത് അവർക്കാണ്. ഇവരുടെ എല്ലാം പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളൊക്കെ എവിടെയാണ് എന്ന് നോക്കുമ്പോൾ ഇതൊക്കെ കാണുന്നില്ല, കേൾക്കുന്നില്ല. ഇത് ഈ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിക്കോട്ടെ, കേരളത്തിലെ മലയാള സിനിമ മേഖലയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഈ റിപ്പോർട്ടുകൾ അടിസ്ഥാനത്തിലായിക്കോട്ടെ, ഇതൊക്കെ എടുത്തു നോക്കുമ്പോഴാണെങ്കിൽ പോലും എവിടെയും കേരളത്തിലെ ഈ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന ടീമിന്റെ അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കേരളത്തിന്റെ ഈ സംസ്കൃതിയെയും പൈതൃകത്തെയും ലോകത്തിന് മുന്നിൽ ഞങ്ങളിലൂടെയാണ് ഇതറിയുന്നത്, മതേതര കേരളത്തിന്റെ നട്ടെല്ലാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായിട്ട് പറയുന്ന ആളുകളിൽ നിന്നും പ്രതികരണങ്ങളേ ഇല്ല. ഇത് നടന്ന സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഏതെങ്കിലും ഗുജറാത്ത് പോലെയുള്ള അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്താണെങ്കിൽ വലിയ തരത്തിൽ ഇതിനെയൊക്കെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനൊക്കെ ഉമ്മാര് മുൻപന്തിയിലുണ്ട്. നമുക്കെല്ലാവരുടെയും നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ കത്തുയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പലതരത്തിലുള്ള വാട്സപ്പ് ഹർത്താലിന് പോലും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ വലിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു നിലപാട് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്യുകയാണ്. ഓരോ വിഷയത്തിലും ഓരോ വലിയ സെലക്റ്റീവ് ആയിട്ടുള്ള വിഷയത്തിൽ മാത്രം പ്രതികരിക്കുക. മലയാള സിനിമയിൽ ഇതുപോലെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് ആരാണ് ഇതിലെ പ്രധാനപ്പെട്ട കാട്ടുകോഴി എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇവരാരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സാംസ്കാരിക നായകന്മാരെന്നും സത്യസന്ധമായിട്ട് വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സാറ്റലൈറ്റ് ചാനലുകളാണെന്നൊക്കെ പറയാനായിട്ട് യഥാർത്ഥത്തിൽ നാണമില്ലേ എന്നുള്ള തരത്തിലേക്ക് മാത്രമേ പറയാനുള്ളൂ. ഇവരുടെ എല്ലാം നിലപാടുകൾ പണം എന്ന് പറയുന്ന സംവിധാനം എവിടെയാണോ കൂടുതൽ നിൽക്കുന്നത് ആ സ്ഥലങ്ങളിലേക്കുള്ള ചായ്വോട് കൂടിയിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമായിരിക്കും എന്നതിൽ തർക്കമില്ല. യഥാർത്ഥത്തിൽ സ്ത്രീ സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതിന് കൃത്യമായിട്ട് ചോദ്യം ചെയ്യാൻ ഇന്ന് സോഷ്യൽ മീഡിയ മാത്രമാണ് ഉള്ളതെന്നുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു വിഷയം മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയാനുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അല്ലാതെ മറ്റ് മേഖലകളിൽ നിന്ന് ഇതിനോടകം തന്നെ വന്നിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ സാധാരണ എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിക്കുന്ന, നിഷ്പക്ഷമായിട്ട് പ്രതികരിക്കുന്ന ഹരീഷ് പേരായി പോലെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഇതുപോലുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. തിലകനെ പോലെയുള്ള ആളുകൾ മരണപ്പെട്ടതിന്റെ കാരണം ഇപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അത് അദ്ദേഹം എല്ലാം മരിക്കുന്നതിന് മുന്നേ ഇതേ സമാനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കാട്ടുകോഴികളെ സംരക്ഷിക്കുന്ന ഒരു വലിയ ലോബി തന്നെ നമ്മുടെ കേരളത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ തർക്കമില്ല. ഫാസ്റ്റ്